Hi students, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓസിലേറ്റേഴ്സിനെ കുറിച്ചിട്ട് ബേസിക് ആയിട്ട് ഒട്ടനവധി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. പോസിറ്റീവ് ഫീഡ്ബാക്ക് ചെയ്ത ആംപ്ലിഫയേഴ്സ് ആണ് ഓസിലേറ്റേഴ്സ് ആയിട്ട് ബിഹേവ് ചെയ്യുക എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഓസിലേറ്റേഴ്സിൽ ഓസിലേഷൻസ് നടക്കുന്ന ആ ഒരു നെറ്റ്വർക്കിനെയാണ് നമ്മൾ ടാങ്ക് സർക്യൂട്ട് എന്ന് പറയുക. ആ ടാങ്ക് സർക്യൂട്ടിൽ എങ്ങനെയാണ് ഈ ചാർജസിൻ്റെ ഓസിലേഷൻ സംഭവിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തു. ഏറ്റവും ഒടുവിൽ ബാർഖോസൻ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ വേണം പോസിറ്റീവ് ഫീഡ്ബാക്ക് എംപ്ലോയ് ചെയ്യാൻ. എന്നാൽ മാത്രമാണ് പോസിറ്റീവ് ഫീഡ്ബാക്ക് എംപ്ലോയ് ചെയ്ത ആ ട്രാൻസിസ്റ്റർ സർക്യൂട്ടിനെ ഒരു ഓസിലേറ്ററായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് പറഞ്ഞതാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓസിലേറ്റേഴ്സ്. പല ടൈപ്പ് ഓസിലേറ്റേഴ്സ് ഉണ്ട്. ആ ഡിഫറെൻറ്റ് ടൈപ്സ് ഓസിലേറ്റേഴ്സ് ഏതാണ് എന്ന് മനസ്സിലാക്കുകയും അവ ഓരോന്നിൻ്റെയും സവിശേഷതകൾ, അവയുടെ ഓപ്പറേഷൻ എങ്ങനെയാണ്, അതായത് എങ്ങനെയാണ് അവർ AC പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അവയുടെയൊക്കെ സർക്യൂട്ടുകൾ, കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഓസിലേറ്റേഴ്സിനെ പ്രധാനമായിട്ടും നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓസിലേറ്റേഴ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3. ദേ ആർ LC ഓസിലേറ്റേഴ്സ്. എൽ എന്ന് പറയുമ്പോൾ ഇൻഡക്ടർ ആണ്, സി എന്ന് പറയുമ്പോൾ കപ്പാസിറ്റർ ആണ്. അപ്പോൾ നമുക്കതിനെ ഇൻഡക്ടർ കപ്പാസിറ്റർ ഓസിലേറ്റർ എന്ന് വിളിക്കാം. രണ്ടാമത്തത് RC ഓസിലേറ്റർ, R റെസിസ്റ്റർ, C കപ്പാസിറ്റർ, റെസിസ്റ്റർ കപ്പാസിറ്റർ ഓസിലേറ്റർ എന്ന് വിളിക്കാം. മൂന്നാമത്തത് ക്രിസ്റ്റൽ ഓസിലേറ്റർ. ഇങ്ങനെ 3 ടൈപ്പ് ഓസിലേറ്റേഴ്സ് ആണ് പ്രധാനമായിട്ടുള്ളത്. ആദ്യത്തെ LC ഓസിലേറ്റേഴ്സ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലെ ടാങ്ക് സർക്യൂട്ടിൽ ഇൻഡക്ടറും കപ്പാസിറ്ററുമായിരിക്കും പ്രധാന കമ്പോണൻസ്. ഓക്കെ, ഇഫ് ടാങ്ക് സർക്യൂട്ട് കൺസിസ്റ്റ് ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്റർ ആർ ദ മേജർ കമ്പോണൻസ്, സച്ച് ഓസിലേറ്റേഴ്സ് ആർ നോൺ ആസ് ഇൻഡക്ടർ കപ്പാസിറ്റർ ഓസിലേറ്റർ ഓർ LC ഓസിലേറ്റർ. ഓക്കെ, ഈ LC ഓസിലേറ്റേഴ്സിന് എക്സാമ്പിൾസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ട്യൂൺഡ് കളക്ടർ ഓസിലേറ്റർ, കോൾപിറ്റ് ഓസിലേറ്റർ, അതേപോലെ തന്നെ ഹാർട്ട്ലി ഓസിലേറ്റർ. ഇത് മൂന്നുമാണ് LC ഓസിലേറ്റേഴ്സിന് എക്സാമ്പിൾ. ഇത് മൂന്നും നമ്മൾ സർക്യൂട്ടും ഓപ്പറേഷൻസും ഒക്കെ പഠിക്കുന്നുണ്ട്. അവയുടെ ഫ്രീക്വൻസി എത്രയാണ് എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. RC ഓസിലേറ്റേഴ്സ് ആർ ദ ഓസിലേറ്റേഴ്സ് ഓഫ് വിച്ച് ടാങ്ക് സർക്യൂട്ട് കൺസിസ്റ്റർ റെസിസ്റ്റർ ആൻഡ് കപ്പാസിറ്റർ ആർ ദ മേജർ കമ്പോണൻസ്. ഓക്കെ, റെസിസ്റ്ററും കപ്പാസിറ്ററുമാണ് മേജർ കമ്പോണൻസ് ടാങ്ക് സർക്യൂട്ടിലേത് എങ്കിൽ അത്തരം ഓസിലേറ്റേഴ്സിനെ നമ്മൾ RC ഓസിലേറ്റേഴ്സ് എന്നാണ് വിളിക്കുക. R ഫോർ റെസിസ്റ്റർ, C ഫോർ കപ്പാസിറ്റർ. എക്സാമ്പിൾ ഫോർ RC ഓസിലേറ്റേഴ്സ് ആർ ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ ആൻഡ് വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ. ഇതിൻ്റെയും സർക്യൂട്ടും ഓപ്പറേഷനും അവയിൽ നിന്നുണ്ടാവുന്ന ACയുടെ ഫ്രീക്വൻസി കാണുന്നതിനുള്ള എക്സ്പ്രഷനും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ക്രിസ്റ്റൽ ഓസിലേറ്റർ ആണ്. ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സ് ആർ ദ ഓസിലേറ്റേഴ്സ് വിച്ച് ആർ വർക്കിംഗ് ഓൺ ദ ബേസിസ് ഓഫ് piezoelectric effect shown by certain piezoelectric crystals. ഓക്കെ, piezoelectric effect എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ക്രിസ്റ്റൽസിൽ നമ്മൾ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ഡെവലപ്പ് ചെയ്യും അതിൽ, അല്ലെങ്കിൽ ചാർജസ് ഒക്കെ ഡെവലപ്പ് ചെയ്യും. ഓക്കെ, ചാർജസ് ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇലക്ട്രിസിറ്റി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഈ രീതിയിൽ പ്രഷറും ഇലക്ട്രിസിറ്റിയും തമ്മിലുള്ള ഒരു റിലേഷനാണ് piezoelectric effectൽ പറയുന്നത്. പ്രഷർ അപ്ലൈ ചെയ്തിട്ട് ചാർജ് ഇൻഡ്യൂസ് ചെയ്യുക. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ piezoelectric effect എന്ന് പറയുക. എല്ലാ ക്രിസ്റ്റൽസും ഒന്നും അത് കാണിക്കില്ല. അത് കാണിക്കുന്ന ക്വാഡ്സ് പോലെയുള്ള ചില സർട്ടൻ ക്രിസ്റ്റൽസ് ഉണ്ട്. അപ്പോൾ അത്തരം ക്രിസ്റ്റൽസ് കാണിക്കുന്ന piezoelectric effect അപ്ലൈ ചെയ്തുകൊണ്ട്, അത്തരം ക്രിസ്റ്റൽസ് ഉപയോഗിച്ചുകൊണ്ട് ഓസിലേഷൻസ് അഥവാ AC പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓസിലേറ്റേഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ നോക്കുക, LC ഓസിലേറ്റേഴ്സ്, RC ഓസിലേറ്റേഴ്സ്, ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സ്, ഇങ്ങനെ 3 ടൈപ്പ് ഓസിലേറ്റേഴ്സ് ആണ് പ്രധാനമായിട്ടുള്ളത്. LC ഓസിലേറ്റേഴ്സ്, if tank circuit consists ഇൻഡക്ടർ കപ്പാസിറ്റർ നെറ്റ്വർക്ക്, such ഓസിലേറ്റേഴ്സ് ആർ നോൺ ആസ് ഇൻഡക്ടർ കപ്പാസിറ്റർ ഓസിലേറ്റേഴ്സ്. ടാങ്ക് സർക്യൂട്ടിലെ ഇൻഡക്ടർ കപ്പാസിറ്റർ നെറ്റ്വർക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് എങ്കിൽ അത്തരം ഓസിലേറ്റേഴ്സ് ആണ് LC ഓസിലേറ്റേഴ്സ്. ട്യൂൺഡ് കളക്ടർ ഓസിലേറ്റർ, കോൾപിറ്റ്സ് ഓസിലേറ്റർ, ഹാർട്ട്ലി ഓസിലേറ്റർ, ഇത് മൂന്നും LC ഓസിലേറ്റേഴ്സിന് എക്സാമ്പിൾ ആണ് എന്ന് മനസ്സിലാക്കുക. RC ഓസിലേറ്റേഴ്സ്, ഇഫ് ടാങ്ക് സർക്യൂട്ട് കൺസിസ്റ്റ് റെസിസ്റ്റർ കപ്പാസിറ്റർ നെറ്റ്വർക്ക്, സച്ച് ഓസിലേറ്റേഴ്സ് ആർ നോൺ ആസ് റെസിസ്റ്റർ കപ്പാസിറ്റർ ഓസിലേറ്റേഴ്സ്. ടാങ്ക് സർക്യൂട്ടിലെ ഇൻഡക്ടറും കപ്പാസിറ്ററും അല്ല, പിന്നെയോ റെസിസ്റ്ററും കപ്പാസിറ്റർ
നെറ്റ്വർക്കാണുള്ളതെങ്കിൽ അത് RC ഓസിലേറ്റർ ആണ്. എക്സാമ്പിൾസ് ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ, വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ. ക്രിസ്റ്റൽ ഓസിലേറ്റർ നമ്മൾ പറഞ്ഞു, ഓസിലേറ്റേഴ്സ് വർക്കിംഗ് ഓൺ ദ ബേസിസ് ഓഫ് പീസോ ഇലക്ട്രിക് എഫക്റ്റ് ഷോൺ ബൈ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽസ് ആർ നോൺ ആസ് ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സ്. പീസോ ഇലക്ട്രിക് എഫക്റ്റ് കാണിക്കുന്ന പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽസ് ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന ഓസിലേറ്റേഴ്സിനെയാണ് നമ്മൾ ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഈ ഓസിലേറ്റേഴ്സിനെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുന്നുണ്ട്. ട്യൂൺഡ് കളക്ടർ ഓസിലേറ്റർ, അതിൻ്റെ സർക്യൂട്ട് ഓപ്പറേഷൻ, കോൾപിറ്റ്സ് ഓസിലേറ്റർ, അതിൻ്റെ സർക്യൂട്ട് വർക്കിംഗ്, ഹാർട്ട്ലി ഓസിലേറ്റർ സർക്യൂട്ട് വർക്കിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ LC ഓസിലേറ്റേഴ്സിലെ ഈ 3 ആളുകളുടെ സർക്യൂട്ടുകളും ഓപ്പറേഷൻസുമാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. LC ഓസിലേറ്ററിലെ ആദ്യത്തെ എക്സാമ്പിൾ ആയിട്ടുള്ള ട്യൂൺഡ് കളക്ടർ ഓസിലേറ്റർ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യം അതിൻ്റെ സർക്യൂട്ട് നോക്കുക. ഇതാണ് അതിൻ്റെ സർക്യൂട്ട്. ഇവിടെ നമ്മളൊരു NPN ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചിരിക്കുന്നു. ചില ഭാഗങ്ങളൊക്കെ സിംഗിൾ സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിന് സിമിലർ ആണ് എന്ന് നമുക്ക് കാണാം. ഇവിടെ R1 R2 എന്ന് പറയുന്ന റെസിസ്റ്റേഴ്സ് നമ്മൾ ബയാസിംഗ് നെറ്റ്വർക്ക്സ് ആയിട്ട് അവിടെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നല്ലോ. RE CE എന്ന് പറയുന്ന ഭാഗം, RE എമിറ്റർ റെസിസ്റ്റർ, CE ബൈപ്പാസിംഗ് കപ്പാസിറ്റർ, സിംഗിൾ സ്റ്റേജിൽ ഈ ഒരു ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്നൊരു വ്യത്യാസം ഇവിടെ ഉള്ളത് കളക്ടറുമായിട്ട്, ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറുമായിട്ട് നമ്മൾ RC എന്ന് പറയുന്ന ഒരു റെസിസ്റ്റർ ആയിരുന്നു സിംഗിൾ സ്റ്റേജിൽ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് പകരം ഇവിടെ ടാങ്ക് സർക്യൂട്ടായിട്ടുള്ള L1 C1 നെറ്റ്വർക്കാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സിംഗിൾ സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിലെ കളക്ടർ റെസിസ്റ്റർ RCയുടെ പൊസിഷനിലാണ് നമ്മളിവിടെ ടാങ്ക് സർക്യൂട്ട് L1 C1 നെറ്റ്വർക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. ഈ L1 എന്ന് പറയുന്ന ഇൻഡക്ടർ ശരിക്കും ഒരു ട്രാൻസ്ഫോർമറിൻ്റെ ഭാഗമാണ്. അത് മനസ്സിലാക്കണം. ട്രാൻസ്ഫോർമർ നോക്കി നോക്ക്. ട്രാൻസ്ഫോർമറിൻ്റെ പ്രൈമറിയും സെക്കൻഡറിയും ഇവിടെ കാണിച്ചിട്ടുണ്ട്. ട്രാൻസ്ഫോർമറിൻ്റെ സെക്കൻഡറിയാണ് ഇവിടെ L1 എന്ന് പറയുന്ന കണ്ടക്ടർ കോയിൽ അഥവാ ഇൻഡക്ടർ. L2 എന്ന് പറയുന്നതാണ് അതിൻ്റെ പ്രൈമറി എന്ന് നമുക്ക് കാണാം. ഇവിടെ ഒരു കപ്പാസിറ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ നോക്കുക, ഒരു ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ, പ്ലസ് VCC കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലേ, നമ്മളൊരു ബാറ്ററി കണക്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഒരു സ്വിച്ച് ഉണ്ട്. അപ്പോൾ ഇത്രയുമാണ് സർക്യൂട്ട്. സർക്യൂട്ട് വരച്ച് പഠിക്കുക തന്നെ വേണം. കുറേ സർക്യൂട്ടുകൾ നമ്മൾ ഇലക്ട്രോണിക്സ് പേപ്പറിൽ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് നന്നായിട്ട് വരച്ച് പഠിച്ചാൽ മാത്രമാണ് അത് ഓർമ്മയിൽ നിൽക്കുള്ളൂ. ഓക്കെ, പക്ഷേ എല്ലാം പരസ്പരം കണക്റ്റഡ് ആണ്. അത് നിങ്ങൾ കുറേ വരച്ച് പഠിച്ചു കഴിഞ്ഞാലേ ഉള്ളൂ അത് മനസ്സിലാവുള്ളൂ. സിംഗിൾ സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ, മൾട്ടി സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയേഴ്സ്, ഇതൊക്കെ വരച്ച് പഠിക്കുന്ന സമയത്ത് അതൊക്കെ പരസ്പരം കണക്റ്റഡ് ആണ് എന്ന് നമ്മൾ കണ്ടതാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഓസിലേറ്റേഴ്സ് എല്ലാം ചെറിയ ചെറിയ മാറ്റങ്ങളാണ് സർക്യൂട്ടുകളിലുള്ളൂ. ആ മാറ്റങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സർക്യൂട്ട് അറിയുമെങ്കിൽ അടുത്തൊരു സർക്യൂട്ട് വരയ്ക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഒന്ന് വരച്ച് പഠിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിൽ ചില്ലറ മാറ്റം വരുത്തി കഴിഞ്ഞാൽ അടുത്ത സർക്യൂട്ട് കിട്ടും. അപ്പോൾ നന്നായിട്ട് വരച്ച് പഠിക്കുക എന്തായാലും. നോക്കുക, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സർക്യൂട്ട്, ട്യൂൺഡ് കളക്ടർ ഓസിലേറ്ററിൻ്റെ സർക്യൂട്ട്. ഇവിടുത്തെ ടാങ്ക് സർക്യൂട്ട് എന്ന് പറയുന്നത് ഈ L1 C1 നെറ്റ്വർക്കാണ്. ട്രാൻസ്ഫോർമറിൻ്റെ പ്രൈമറി ആയിട്ടുള്ള L1, ഇത് പ്രൈമറിയാണ് കേട്ടോ, പ്രൈമറി ആയിട്ടുള്ള L1, കപ്പാസിറ്റർ C1, അതിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഇവിടെ ടാങ്ക് സർക്യൂട്ടായിട്ട് ബിഹേവ് ചെയ്യുന്നത്. ടാങ്ക് സർക്യൂട്ട് ഈസ് കണക്റ്റഡ് വിത്ത് ദ കളക്ടർ ഓഫ് ദ ട്രാൻസിസ്റ്റർ. ഇനി എങ്ങനെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് AC ഓസിലേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഇതിന് സാധിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് കപ്പാസിറ്റർ C1 ചാർജ് ചെയ്യപ്പെടുന്നു. വെൻ സ്വിച്ച് ഈസ് ഓൺ, കപ്പാസിറ്റർ C1 ഈസ് ചാർജ്ഡ്. അങ്ങനെ കപ്പാസിറ്റർ ഫുള്ളി ചാർജ്ഡ് ആയി കഴിഞ്ഞാൽ, നമ്മൾ ടാങ്ക് സർക്യൂട്ടിൻ്റെ ഓപ്പറേഷൻ നേരത്തെ പഠിച്ചതാണ്, ഈ C1 എന്ത് ചെയ്യും, ഇൻഡക്ടർ L1 ഡിസ്ചാർജ് ചെയ്യും. After getting fully charged, capacitor C1 start its discharging through the primary of the transformer L1. Okay, L1 primary of the transformer ആണ്. അപ്പോൾ ട്രാൻസ്ഫോർമറിൻ്റെ പ്രൈമറിയിലൂടെ ഇത് എന്ത് ചെയ്യുകയാണ്, ഡിസ്ചാർജ് ചെയ്യുകയാണ്. ഓക്കെ, ദിസ് electric flow through the coil or primary coil L1 cause an induced EMF in the secondary of the transformer L2 due to the phenomena of mutual induction. നമുക്കറിയാലോ ട്രാൻസ്ഫോർമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. അപ്പോൾ ഈ L1 എന്ന് പറയുന്ന പ്രൈമറിയിലൂടെ ഈ ഒരു ഇലക്ട്രിക് ഫ്ലോ ഉണ്ടാവുകയാണ് അല്ലേ. C1 ഡിസ്ചാർജ് ചെയ്യുന്നത് കൊണ്ട് ഒരു ഇലക്ട്രിക് ഫ്ലോ ഉണ്ടാവുന്നു. ആ ഇലക്ട്രിക് ഫ്ലോ
ട്രാൻസ്ഫോർമറിൻ്റെ സെക്കൻഡറി ആയിട്ടുള്ള L2 മ്യൂച്വൽ ഇൻഡക്ഷൻ പ്രകാരം ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. നോക്കുക, ആ ഇൻഡ്യൂസ്ഡ് EMF അല്ലേ, ആ ഒരു കറണ്ട് എവിടേക്ക് അപ്ലൈ ചെയ്യപ്പെടുന്നത് നോക്കി നോക്ക്, നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്കാണ് അപ്ലൈ ചെയ്യപ്പെടുന്നത്. ഓക്കെ, ദ കറണ്ട് ഡ്യൂ ടു ദാറ്റ് ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഗിവൺ ടു ദ ബേസ് ഓഫ് ദ ട്രാൻസിസ്റ്റർ വിച്ച് ഈസ് ആംപ്ലിഫൈഡ് ബൈ ദ ട്രാൻസിസ്റ്റർ. അതെന്ത് ചെയ്യാണ്, നമ്മളുടെ ട്രാൻസിസ്റ്റർ അതിനെ ആംപ്ലിഫൈ ചെയ്യാണ്. ഓക്കെ, ദാറ്റ് ആംപ്ലിഫൈഡ് സിഗ്നൽ കോമ്പൻസേറ്റ് ദ ലോസസ്, എനർജി ലോസസ് ടേക്ക് പ്ലേസ് ഇൻ ദ ടാങ്ക് സർക്യൂട്ട്. അങ്ങനെ ആംപ്ലിഫൈഡ് ആയിട്ടുള്ള സിഗ്നൽ അല്ലേ, അപ്പോൾ അത് ശരിക്കും ഒരു ഫീഡ്ബാക്ക് ആണ് അവിടെ നടന്നത്. ഔട്ട്പുട്ടിലുള്ളൊരു സിഗ്നൽ സെക്കൻഡറി വഴി നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഈ ട്രാൻസ്ഫോർമറിൻ്റെ സെക്കൻഡറി വഴി ഇൻപുട്ടിലേക്ക് തന്നെ കൊടുക്കുകയാണ്. ഈ ഒരു ഭാഗം ഔട്ട്പുട്ടായിട്ട് നമുക്ക് പറയാം അല്ലേ. അപ്പോൾ ഔട്ട്പുട്ടിലാണ് നമുക്കൊരു സിഗ്നൽ AC ഓസിലേഷൻ കിട്ടിയത്. ആ AC ഓസിലേഷൻ മ്യൂച്വൽ ഇൻഡക്ഷൻ്റെ ഫലമായിട്ട് L2 എന്ന് പറയുന്ന ഇൻഡക്ടറിലേക്ക് കൈമാറി. ആ L2 എന്ന് പറയുന്ന ഇൻഡക്ടർ അല്ലെങ്കിൽ സെക്കൻഡറി ടേൺസ്, സെക്കൻഡറി കോയിൽ എന്ത് ചെയ്യുകയാണ്, അത് ബേസിലേക്ക് ഫീഡ്ബാക്ക് ചെയ്യാണ് ശരിക്കും ചെയ്യുന്നത് അല്ലെ. ഈ ട്രാൻസിസ്റ്ററിൻ്റെ ഇൻപുട്ടിലേക്ക് തന്നെ ഫീഡ്ബാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ. അത് അങ്ങനെ ആംപ്ലിഫൈ ചെയ്തിട്ട് ടാങ്ക് സർക്യൂട്ടിൽ ഉണ്ടാകുന്ന എനർജി ലോസസിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള അൺഡാംപ്ഡ് ഓസിലേഷൻസ് ഒബ്റ്റെയിൻ ചെയ്യുന്നു. ഓക്കെ, ഒന്നുകൂടി പറയാം. വെൻ സ്വിച്ച് ഈസ് ഓൺ, capacitor C1 is charged and after getting fully charged it start its discharging through the primary of the transformer L1. Due to the mutual induction, induced EMF will be produced in the secondary of the transformer L2. Current due to that induced EMF is given to the base of the transistor which is amplified by the transistor which compensate the losses in the tank circuit, energy losses in the tank circuit. So we get a continuous undamped oscillation from this tuned collector oscillator. That is the operation of the tuned collector oscillator. Okay, ഇതാണ് tuned collector oscillator ഒരു വർക്കിംഗ്. ഇനി നോക്കുക, ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് പോസിറ്റീവ് ഫീഡ്ബാക്ക് തന്നെയാണോ അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് പോസിറ്റീവ് ഫീഡ്ബാക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ഓസിലേഷൻസ് ലഭിക്കുന്നത് എന്ന് പഠിച്ചിട്ടുണ്ട്. നെഗറ്റീവ് ഫീഡ്ബാക്ക് നമ്മൾ ആംപ്ലിഫയർ സർക്യൂട്ടുകളിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ഫീഡ്ബാക്ക് തന്നെയാണോ, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ എന്താണ് പോസിറ്റീവ് ഫീഡ്ബാക്ക്? ഫീഡ്ബാക്ക് ചെയ്യുന്ന സിഗ്നലിൻ്റെ ഫേസും നമ്മുടെ ഔട്ട്പുട്ട് സിഗ്നലിൻ്റെ ഫേസും ഒന്ന് തന്നെയാണെങ്കിൽ, അല്ലെങ്കിൽ ഫീഡ്ബാക്ക് ചെയ്യുന്ന സിഗ്നലിൻ്റെ ഫേസും ഇൻപുട്ട് സിഗ്നലിൻ്റെ ഫേസും ഒന്ന് തന്നെയാണെങ്കിൽ അത്തരം ഫീഡ്ബാക്കിനെയാണ് നമ്മൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുക. ഈ ഫേസ് ഓഫ് ദ ഫീഡ്ബാക്ക് സിഗ്നൽ ഈസ് സെയിം വിത്ത് ദ ഫേസ് ഓഫ് ദ ഇൻപുട്ട് സിഗ്നൽ, സച്ച് ഫീഡ്ബാക്ക് ഈസ് നോൺ ആസ് പോസിറ്റീവ് ഫീഡ്ബാക്ക് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ ഫീഡ്ബാക്ക് സിഗ്നലിന് ഉണ്ടാവുന്ന ടോട്ടൽ ഫേസ് ഷിഫ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, നോക്കുക, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നലിൽ ട്രാൻസ്ഫോർമർ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അത് ട്രാൻസിസ്റ്ററിലൂടെ കടന്നു പോകുന്നുണ്ടല്ലോ അല്ലേ. ഫീഡ്ബാക്ക് സിഗ്നൽ ട്രാൻസിസ്റ്ററിലൂടെ കടന്നിട്ടാണല്ലോ പിന്നെ ടാങ്ക് സർക്യൂട്ടിലേക്ക് എത്തുന്നത് അല്ലെ. ടാങ്ക് സർക്യൂട്ടിൽ നിന്ന് അത് ട്രാൻസിസ്റ്ററിലേക്ക് വന്നു, ട്രാൻസിസ്റ്ററിൽ നിന്ന് വീണ്ടും ടാങ്ക് സർക്യൂട്ടിലേക്ക് വരുന്നു അല്ലേ. അപ്പോൾ നോക്കുക, ആദ്യം ട്രാൻസ്ഫോർമറിലൂടെ കടന്നു പോകുന്ന സമയത്ത് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ട്രാൻസ്ഫോർമർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ട്രാൻസിസ്റ്ററും 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മൊത്തം അപ്പോൾ എത്ര ഫേസ് ഷിഫ്റ്റ് ആണ് ഉണ്ടാവുന്നത്? ഫീഡ്ബാക്ക് സിഗ്നലിന് 360 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ നോക്കുക, ടോട്ടൽ ഫേസ് ഷിഫ്റ്റ് ഓഫ് ഫീഡ്ബാക്ക് സിഗ്നൽ ഇസ് ഈക്വൽ ടു ഫേസ് ഷിഫ്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ട്രാൻസ്ഫോർമർ പ്ലസ് phase shift produced by transistor. Phase shift produced by transformer is 180 degree. Phase shift produced by transistor also 180 degree. 180 degree plus 180 degree is equal to 360 degree. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് സിഗ്നലും ഫീഡ്ബാക്ക് സിഗ്നലും തമ്മിലുള്ള ഫേസ് ഷിഫ്റ്റ് 360 ഡിഗ്രി ആണ്. 360 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദേ ആർ ഇൻ ഫേസ്. ഇൻപുട്ട് സിഗ്നലും ഫീഡ്ബാക്ക് സിഗ്നലും ഒരേ ഫേസിലാണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഒരേ ഫേസിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഏത് ഫീഡ്ബാക്കാണ് വരുന്നത്? പോസിറ്റീവ് ഫീഡ്ബാക്കാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് പോസിറ്റീവ് ഫീഡ്ബാക്ക് തന്നെയാണ് എന്ന് നമ്മൾ ജസ്റ്റിഫൈ ചെയ്തു. ഇനി നോക്കുക, ഇവിടെ നമുക്ക് കിട്ടുന്ന എ സിയുടെ ഫ്രീക്വൻസി എത്രയാണ് എന്നുള്ളതാണ്. നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എ സിയുടെ ഫ്രീക്വൻസിയും നമ്മൾ ഔട്ട്പുട്ട് ഫ്രീക്വൻസിയുടെ ഒരു അല്ലെങ്കിൽ ഔട്ട്പുട്ട് സിഗ്നലിൻ്റെ ഒരു ഭാഗമാണല്ലോ നമ്മൾ ഫീഡ്ബാക്ക് സിഗ്നലായിട്ട് കൊടുക്കുന്നത്
അല്ലേ? അപ്പോൾ ഫീഡ്ബാക്ക് സിഗ്നലിനും ഔട്ട്പുട്ട് സിഗ്നലിനൊക്കെ ഒരേ ഫ്രീക്വൻസി ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന ഈ ഒരു ട്യൂൺഡ് കളക്ടർ ഓസിലേറ്ററിൻ്റെ ഔട്ട്പുട്ട് ഫ്രീക്വൻസി അഥവാ ഫീഡ്ബാക്ക് സിഗ്നലിൻ്റെ ഫ്രീക്വൻസി എന്നൊക്കെ പറയുന്നത് സെയിം ആണ്. അത് എത്രയാണ് നോക്കുക? ഫ്രീക്വൻസി എഫ് ഇസ് ഈക്വൽ ടു 1/2π√L1 C1. L1ഉം C1ഉം മനസ്സിലാക്കുക. C1 ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന കപ്പാസിറ്റർ ആണ്, ടാങ്ക് സർക്യൂട്ടിലുള്ള കപ്പാസിറ്റർ ആണ്. L1 എന്ന് പറയുന്നത് ഇൻഡക്റ്റൻസ് ഓഫ് ദ പ്രൈമറി ഓഫ് ദ ട്രാൻസ്ഫോർമർ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ട്യൂൺഡ് കളക്ടർ ഓസിലേറ്ററിൽ നിന്ന് കിട്ടുന്ന എ സിയുടെ ഫ്രീക്വൻസി കാണുന്നതിനുള്ള എക്സ്പ്രഷൻ എഫ് ഇസ് ഈക്വൽ ടു 1/2π√L1 C1. ഓക്കെ, ഈ ഫ്രീക്വൻസി കാണുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ട്യൂൺഡ് കളക്ടർ ഓസിലേറ്ററിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോൾപിറ്റ്സ് ഓസിലേറ്റർ. LC ഓസിലേറ്ററിൽ രണ്ടാമത്തെ ഒരു എക്സാമ്പിളാണ് കോൾപിറ്റ് ഓസിലേറ്റർ. അതിൻ്റെ സർക്യൂട്ട് നോക്കുക. ഇതിലും R1 R2 എന്ന് പറയുന്ന ഒരു ബയാസിംഗ് നെറ്റ്വർക്കും RECE എന്ന് പറയുന്ന ഒരു ബൈപ്പാസിംഗ് നെറ്റ്വർക്ക് അല്ലേ, CE ബൈപ്പാസിംഗ് കപ്പാസിറ്റർ ആണല്ലോ, ആ ഒരു ഭാഗം ഇതിലും ഉണ്ട്. ഇവിടെ കളക്ടർ റെസിസ്റ്ററിൻ്റെ സ്ഥാനത്ത്, സിംഗിൾ സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിലെ കളക്ടർ റെസിസ്റ്ററിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഒരു RF ചോക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു ഇൻഡക്ടറാണെന്ന് മനസ്സിലാക്കുക. ഒരു കണ്ടക്ടർ കോയിൽ ഉപയോഗിച്ചിരിക്കുന്നു. പിന്നെ ഇവിടെ ടാങ്ക് സർക്യൂട്ട് ഇതാ ഇവിടെയാണ് വരുന്നത്. ഇതാണ് ടാങ്ക് സർക്യൂട്ട്. ആ ടാങ്ക് സർക്യൂട്ടിൽ രണ്ട് കപ്പാസിറ്റേഴ്സ് C1 C2 എന്ന് പറയുന്ന രണ്ട് കപ്പാസിറ്റേഴ്സ് ഉപയോഗിച്ചിരിക്കുന്നു. പിന്നെ ഒരു ഇൻഡക്ടർ എല്ലും ഉപയോഗിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഹിയർ ടാങ്ക് സർക്യൂട്ട് കൺസിസ്റ്റ് 2 capacitors C1 and C2 and also an inductor L. ഈ C1 C2 ജംഗ്ഷനെ നമ്മൾ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്, കണ്ടോ, ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ബേസിൽ നിന്ന് എടുക്കുന്ന ഈ ഒരു കപ്പാസിറ്റർ ഉണ്ടല്ലോ, C എന്ന് പറയുന്ന കപ്പാസിറ്റർ, അത് നേരെ വരുന്നത് ഈ C2 എന്ന് പറയുന്ന കപ്പാസിറ്ററിലേക്കാണ്. അപ്പോൾ ശരിക്കും ഈ C2 C1 എന്ന് പറയുന്ന ഈ 3 കപ്പാസിറ്റേഴ്സും സീരീസ് ആണ്. ഓക്കെ, ഈ ബേസുമായിട്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള 3 കപ്പാസിറ്റേഴ്സാണ് ഇതെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇവിടെയാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. ഈ സർക്യൂട്ടിലേക്ക് നമ്മൾ വോൾട്ടേജ് കൊടുക്കുന്നത് അല്ലെ, DC വോൾട്ടേജ് കൊടുക്കുന്ന +VCC ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നോക്കുക എങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് എന്നുള്ളതാണ്. നമ്മൾ സർക്യൂട്ട് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ C1 C2 എന്ന് പറയുന്ന രണ്ട് കപ്പാസിറ്റേഴ്സും ചാർജ് ചെയ്യപ്പെടും. കാരണം ഈ +VCC എന്ന് പറയുന്ന പവർ സപ്ലൈയിൽ നിന്ന് വരുന്ന ആ ഒരു DC C1 C2 എന്ന് പറയുന്ന രണ്ട് കപ്പാസിറ്റേഴ്സിനെയും ചാർജ് ചെയ്യും. വെൻ സ്വിച്ച് ഈസ് ഓൺ, ദ കപ്പാസിറ്റേഴ്സ് C1 and C2 ആർ ചാർജ്ഡ്. ആഫ്റ്റർ ഗെറ്റിംഗ് ഫുള്ളി ചാർജ്ഡ് അല്ലെ, ഫുള്ളി ചാർജ്ഡ് ആയി കഴിഞ്ഞാൽ അവർ രണ്ടുപേരും എന്ത് ചെയ്യാൻ തുടങ്ങും? ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും. ഏതിലൂടെ ഡിസ്ചാർജ് ചെയ്യുക? ഇൻഡക്ടർ എല്ലിലൂടെ ഡിസ്ചാർജ് ചെയ്യും. ഓക്കെ, ആഫ്റ്റർ ഗെറ്റിംഗ് fully charged, they start their discharging through the inductor L. Okay, due to the induced EMF developed in the inductor L, capacitors C1 and C2 are again charged with the opposite polarity. അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലേ. ഈ ഇൻഡ്യൂസ്ഡ് EMF കാരണം പിന്നെയും ഈ C1 C2 എന്ന് പറയുന്ന കപ്പാസിറ്റേഴ്സ് ചാർജ് ചെയ്യപ്പെടും ഇൻ ഓപ്പോസിറ്റ് പൊളാരിറ്റി. അങ്ങനെ ചാർജിൻ്റെ ഒരു ഓസിലേഷൻ ഈ ടാങ്ക് സർക്യൂട്ടിൽ നടക്കുകയാണ്. അങ്ങനെ നമുക്കൊരു AC ഇവിടെ ഒബ്റ്റെയിൻ ചെയ്യും. ആ ACയുടെ ഫ്രീക്വൻസി നോക്കി നോക്ക്. ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഇസ് ഈക്വൽ ടു 1/2π√LCT, വേർ CT is equal to C1 C2 by C1 plus C2. ഓക്കെ, CT എന്ന് പറയുന്നത് C1 C2 by C1 plus C2 ആണ്. ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ 1/2π√LCT ആണ് വരുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വർക്കിങ്ങും ഫ്രീക്വൻസി ഓഫ് ഓസിലേഷനും പറയുന്നത്. ഒന്നുകൂടി പറയാം. വെൻ സ്വിച്ച് ഈസ് ഓൺ, ദ കപ്പാസിറ്റേഴ്സ് C1 and C2 ആർ ചാർജ്ഡ്. ആഫ്റ്റർ ഗെറ്റിംഗ് ഫുള്ളി ചാർജ്ഡ്, ദേ ഡിസ്ചാർജ്ഡ് ത്രൂ ദ ഇൻഡക്ടർ L. ഇൻഡ്യൂസ്ഡ് EMF developed in the inductor L again charge the capacitors C1 and C2 with opposite polarity. Due to this continuous charging and discharging process, oscillations take place in the tank circuit, by which we will obtain AC with a frequency 1/2π√LCT, where L is the inductance of the inductor used here and CT is the C1 C2 by C1 plus C2. ഓക്കെ, ഇനി നോക്കുക. ഇവിടെ C1 എന്ന് പറയുന്ന കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള
വോൾട്ടേജ് ആണ് നമുക്ക് ഔട്ട്പുട്ട് സിഗ്നലായിട്ട് കിട്ടുക. ഹിയർ voltage across C1 obtained as the output signal and voltage across the capacitor C2 is taken as the feedback signal given to the base of the transistor through the capacitor C. C2 ന് across ആയിട്ടുള്ള ആ ഒരു വോൾട്ടേജ് അതാണ് നമ്മൾ ഫീഡ്ബാക്ക് സിഗ്നലായിട്ട് കപ്പാസിറ്റർ വഴി എവിടേക്ക് കൊടുക്കുന്നത്? ബേസിലേക്ക്, അല്ലെ, ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, C1ന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഔട്ട്പുട്ട് സിഗ്നലായിട്ടും C2ന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഫീഡ്ബാക്ക് സിഗ്നലായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നു. ആ ഫീഡ്ബാക്ക് സിഗ്നൽ C എന്ന് പറയുന്ന കപ്പാസിറ്റർ വഴി ബേസ് ഓഫ് ദ ട്രാൻസിസ്റ്ററിലേക്ക് കൊടുക്കുകയാണ്, അല്ലേ. ബേസ് ഓഫ് ദ ട്രാൻസിസ്റ്ററിലേക്ക് കൊടുക്കുന്ന ആ ഫീഡ്ബാക്ക് സിഗ്നൽ given to the base of the transistor is amplified by the transistor and it is given to the tank circuit to compensate the energy loss in it. Okay, അങ്ങനെ ആ ഫീഡ്ബാക്ക് സിഗ്നൽ ആംപ്ലിഫൈ ചെയ്തിട്ട് അത് എവിടെ എത്തിക്കുന്നു? ടാങ്ക് സർക്യൂട്ടിലേക്ക് എത്തിക്കുന്നു. ടാങ്ക് സർക്യൂട്ടിൽ ഉണ്ടാവുന്ന എനർജി ലോസിനെ കോമ്പൻസേറ്റ് ചെയ്തിട്ട് കണ്ടിന്യൂസ് അൺഡാംപ്ഡ് ഓസിലേഷൻസ് നൽകാൻ നമ്മുടെ കോൾപിറ്റ് ഓസിലേറ്ററിന് ഈ ഫീഡ്ബാക്ക് വഴി സാധിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു മൊത്തം വർക്കിംഗ്. ഇനി നോക്കുക, ഇവിടെ കൊടുത്തിരിക്കുന്ന ഫീഡ്ബാക്ക് പോസിറ്റീവ് ഫീഡ്ബാക്ക് തന്നെയാണ് എന്ന് നമുക്ക് ജസ്റ്റിഫൈ ചെയ്യണം. നേരത്തെ ട്യൂൺഡ് കളക്ടർ ഓസിലേറ്ററിൽ ചെയ്തതുപോലെ തന്നെ ടോട്ടൽ ഫേസ് ഷിഫ്റ്റ് ഫോർ ഫീഡ്ബാക്ക് സിഗ്നൽ ഹിയർ ഈസ് ഈക്വൽ ടു ഫേസ് ഷിഫ്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ടാങ്ക് സർക്യൂട്ട് ബിറ്റ്വീൻ C1 ആൻഡ് C2 പ്ലസ് ഫേസ് ഷിഫ്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ട്രാൻസിസ്റ്റർ, അല്ലേ. അതായത് ഇവിടെ ട്രാൻസിസ്റ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫേസ് ഷിഫ്റ്റ് ഉണ്ട്, ഈ ഒരു ടാങ്ക് സർക്യൂട്ടിൽ ഉണ്ടാവുന്ന ഫേസ് ഷിഫ്റ്റ് ഉണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി സം ആയിരിക്കും ഫീഡ്ബാക്ക് സിഗ്നലിൽ ഉണ്ടാവുന്ന ടോട്ടൽ ഫേസ് ഷിഫ്റ്റ്. അപ്പോൾ അതിന് മുൻപായിട്ട് ഈ ഒരു കപ്പാസിറ്ററുകളുടെ, ഈ ടാങ്ക് സർക്യൂട്ടിലെ ഈ കപ്പാസിറ്ററുകളുടെ ഈ ഒരു ഭാഗം നമുക്ക് റീഡ്രോ ചെയ്യാം ഇങ്ങനെ. ഓക്കെ, കപ്പാസിറ്റർ നെറ്റ്വർക്ക് ക്യാൻ ബി റീഡ്രോൺ ലൈക്ക് ദിസ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ C1 C2 എന്ന് പറയുന്ന രണ്ട് കപ്പാസിറ്റേഴ്സിൻ്റെയും പൊളാരിറ്റി കണ്ടോ, അങ്ങനെ റിവേഴ്സ് ആയിട്ടാണ് ഇരിക്കുന്നത്, അല്ലേ. അതുകൊണ്ട് തന്നെ അവരുടെ ഇടയിലുള്ള ഫേസ് ഷിഫ്റ്റ് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം, 180 ഡിഗ്രിയാണ്. ഓക്കെ, ദർഫോർ ഫേസ് ഷിഫ്റ്റ് ബിറ്റ്വീൻ ദ സിഗ്നൽ അക്രോസ് കപ്പാസിറ്റേഴ്സ് C1 ആൻഡ് C2, അല്ലെ. C1 അക്രോസ് ആയിട്ട് ഔട്ട്പുട്ട് സിഗ്നലാണ്, C2 അക്രോസ് ആയിട്ട് ഫീഡ്ബാക്ക് സിഗ്നലാണ്. രണ്ടുപേരും തമ്മിലുള്ള ഫേസ് ഷിഫ്റ്റ് എത്രയായിരിക്കും? 180 ഡിഗ്രിയാണ്. ഓപ്പോസിറ്റ് പൊളാരിറ്റി ആയതുകൊണ്ട് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആണ്. അപ്പോൾ ഫീഡ്ബാക്ക് സിഗ്നൽ ഗോട്ട് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഡ്യൂ ടു ദിസ് പർട്ടിക്കുലർ കൈൻഡ് ഓഫ് കണക്ഷൻ ബിറ്റ്വീൻ കപ്പാസിറ്റേഴ്സ് C1 ആൻഡ് C2. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് ടാങ്ക് സർക്യൂട്ട് രണ്ടാളുകളാണല്ലോ C1 ഉം C2 ഉം, അല്ലേ. അപ്പോൾ ടാങ്ക് സർക്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഫേസ് ഷിഫ്റ്റ് 180 ഡിഗ്രി ആണ് എന്ന് പറയാം. ഇവിടെ ട്രാൻസിസ്റ്റർ പ്രൊവൈഡ് ചെയ്യുന്ന ഫേസ് ഷിഫ്റ്റ് എത്രയാണ്? അതും 180 ഡിഗ്രി. ഇത് രണ്ടും കൂടി കൂട്ടിയതായിരിക്കും ടോട്ടൽ ഫേസ് ഷിഫ്റ്റ് ഫോർ ദ ഫീഡ്ബാക്ക് സിഗ്നൽ. അപ്പോൾ അത് എത്ര വരിക? 180 ഡിഗ്രി പ്ലസ് 180 ഡിഗ്രി, ദാറ്റ് ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി. അപ്പോൾ 360 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആണ് ഫീഡ്ബാക്ക് സിഗ്നലിനുള്ളത് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് സിഗ്നലിൻ്റെ അതേ ഫേസിലായിരിക്കും ഫീഡ്ബാക്ക് സിഗ്നലും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇവിടെ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് നടക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇനി നോക്കുക, ഇവിടെ നമുക്ക് ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ കണ്ടുപിടിക്കാം. MV ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ എന്താണ് നമ്മൾ പഠിച്ചതാണ്. റേഷ്യോ ഓഫ് ദ ഔട്ട്പുട്ട് ഫീഡ്ബാക്ക് സിഗ്നൽ ടു ദ ഔട്ട്പുട്ട് സിഗ്നൽ, അല്ലേ. അല്ലെങ്കിൽ വോൾട്ടേജ് ഓഫ് ദ ഫീഡ്ബാക്ക് സിഗ്നൽ ടു ദ വോൾട്ടേജ് ഓഫ് ദ ഔട്ട്പുട്ട് സിഗ്നൽ നമ്മൾ പറഞ്ഞതാണ്. അത് ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ, അല്ലേ. VF ബൈ Vout, ഫീഡ്ബാക്ക് സിഗ്നലിൻ്റെ വോൾട്ടേജ് ബൈ ഔട്ട്പുട്ട് സിഗ്നലിൻ്റെ വോൾട്ടേജ്, അതാണ് ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ. ഓക്കെ, അപ്പോൾ നോക്കുക, ഇവിടെ അത് എന്ന് പറയുന്നത് VF എന്ന് പറയുന്നത് ശരിക്ക് കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ആണല്ലോ വോൾട്ടേജ് വരിക, ഓംസിലോ, അല്ലേ. IR എന്നാണ് വരിക, അല്ലേ. ഇവിടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കപ്പാസിറ്ററിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഇമ്പിഡൻസ് ആണ്. അതിനെ നമ്മൾ XC1 എന്നാണ് XC എന്നാണ് കാണിക്കുക. ഓക്കെ, ഒരു കപ്പാസിറ്ററിൻ്റെ അക്രോസ് ആയിട്ടുള്ള റെസിസ്റ്റൻസിനെ നമുക്ക് കപ്പാസിറ്റർ ഇമ്പിഡൻസ് എന്ന് വിളിക്കാം. കപ്പാസിറ്റർ ഇമ്പിഡൻസ് XC എന്ന് പറയുന്നത് നോക്കുക 1/C ഒമേഗയാണ്. ഒരു കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കപ്പാസിറ്ററിലുള്ള ഇമ്പിഡൻസ്, കപ്പാസിറ്റർ ഇമ്പിഡൻസ് കാണുന്നുള്ള ഫോർമുല XC is equal to 1/C ഒമേഗയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ VF എന്ന് പറയുന്നത് ശരിക്കും വരിക IXC2 ആണ് വരിക, അല്ലേ. C2 എന്ന് പറയുന്ന കപ്പാസിറ്ററിൻ്റെ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണല്ലോ VF. അപ്പോൾ അതെന്ന് പറയുമ്പോൾ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ആണ് വോൾട്ടേജ്. അപ്പോൾ ഇവിടെ കറണ്ട് I ആണ്. കറണ്ട് രണ്ടിലും കോമൺ ആണ്, C1 ലും C2 ലുള്ള കറണ്ട് I ആണ്. അപ്പോൾ I ഇൻറ്റു റെസിസ്റ്റൻസിന് പകരം XC2,
ഐ എക്സ് സി ടു ആണ് വി എഫ്, വി ഔട്ടോ ഐ എക്സ് സി വൺ ആണ്, ഐ കട്ട് ചെയ്ത് പോകും അല്ലേ. അപ്പോൾ എം വി ബാക്കി ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ എന്താ ഉണ്ടാവുക, എക്സ് സി ടു ബൈ എക്സ് സി വൺ. ഓക്കെ, ദാറ്റ് ഈസ് ഇംപിഡൻസ് ഓഫ് ദ കപ്പാസിറ്റർ സി ടു ബൈ ഇംപിഡൻസ് ഓഫ് ദ കപ്പാസിറ്റർ സി വൺ. ഇനി നോക്കി നോക്ക്, എക്സ് സി ഇസ് ഈക്വൽ ടു 1/c ഒമേഗ ആണെങ്കിൽ എക്സ് സി ടു എത്രയാണ്, 1/c എന്നുള്ള സ്ഥാനത്ത് സി ടു ഒമേഗ എന്ന് വരും, ബൈ എക്സ് സി വൺ 1/c1 ഒമേഗ എന്ന് വരും. ഇവിടെ ഒമേഗ എന്ന് പറയുന്നത് ആംഗുലാർ ഫ്രീക്വൻസി ഓഫ് ദ സിഗ്നൽ ആണ് കേട്ടോ, അതായത് 2πf ആണ്. ഓക്കെ, എഫ് ആണ് അതിൻ്റെ ഫ്രീക്വൻസി എങ്കിൽ 2πf ആണ് ആംഗുലാർ ഫ്രീക്വൻസി. അപ്പോൾ എം വി ഇസ് ഈക്വൽ ടു 1/c2 ഒമേഗ ബൈ 1/c1 ഒമേഗ. ഒമേഗ ഒമേഗ കട്ട് ചെയ്ത് പോയി, ഈ സി ടു കൊണ്ട് താഴത്തേക്ക് ചാടും, സി വൺ മുകളിലേക്ക് വരും. അപ്പോൾ എം വി ഇസ് ഈക്വൽ ടു എന്താ വരുന്നത്, C1/C2. അപ്പോൾ അവിടെ ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ നോക്കി നോക്ക്, C1/C2 ആണ്. അപ്പോൾ ഈ ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ നമുക്കൊരു പെർട്ടിക്കുലർ വാല്യൂ നമ്മുടെ ഇഷ്ടാനുസരണം സെറ്റ് ചെയ്യാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്യൂട്ടബിൾ കപ്പാസിറ്റേഴ്സ് C1 C2 യൂസ് ചെയ്താൽ മതി എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കോൾപിറ്റ് ഓസിലേറ്ററിനെ കുറിച്ചിട്ട് പറയുന്നത്. ഇത് നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഹാർട്ട്ലി ഓസിലേറ്റർ വളരെ എളുപ്പമായിരിക്കും, കാരണം രണ്ടും തമ്മിൽ ചെറിയ ഒരു വ്യത്യാസമേ ഉള്ളൂ. എന്താണ് എന്ന് നമുക്ക് നോക്കാം. എൽ സി ഓസിലേറ്റേഴ്സിൽ മൂന്നാമത്തെ എക്സാമ്പിൾ ആയിട്ടുള്ള ഹാർട്ട്ലി ഓസിലേറ്റർ നോക്കാം. കോൾപിറ്റ് ഓസിലേറ്ററുമായിട്ട് സർക്യൂട്ടിൽ ചെറിയൊരു വ്യത്യാസം ഇതിനുള്ളൂ. നോക്കുക, ഈ ഭാഗമൊക്കെ സെയിമാണ്, കോൾപിറ്റ് ഓസിലേറ്റർ പോലെ തന്നെ R1 R2 RE CE അല്ലേ, ഇതൊക്കെ ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നു നേരത്തെ പോലെ തന്നെ. RF ചോക്ക് ഉണ്ട്, ഇവിടെ ഒരു C ഉണ്ട്, അതൊക്കെ സെയിമാണ്. ഈ ടാങ്ക് സർക്യൂട്ടിലാണ് മാറ്റം. ടാങ്ക് സർക്യൂട്ടിൽ നേരത്തെ നമ്മൾ കോൾപിറ്റിൽ ഇവിടെ C1 C2 എന്ന് പറയുന്ന രണ്ട് കപ്പാസിറ്റേഴ്സ് ഉപയോഗിച്ചു, അതിൻ്റെ ജംഗ്ഷനെ ഗ്രൗണ്ട് ചെയ്തു. ഇവിടെ അങ്ങനെയല്ല, C1 C2 കപ്പാസിറ്ററുകളല്ല ഉപയോഗിക്കുന്നത്, L1 L2 എന്ന് പറയുന്ന രണ്ട് ഇൻഡക്റ്റേഴ്സാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ L എന്ന് പറയുന്ന ഇൻഡക്ടറാണ് കോൾപിറ്റിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഹാർട്ട്ലി ഓസിലേറ്ററിൽ നമ്മൾ അതിൻ്റെ പൊസിഷനിൽ നമ്മൾ ഒരു കപ്പാസിറ്റർ C ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ടാങ്ക് സർക്യൂട്ട് മാത്രമാണ് ഈ ഹാർട്ട്ലി ഓസിലേറ്ററും കോൾപിറ്റ് ഓസിലേറ്ററും തമ്മിലുള്ള ഒരു വ്യത്യാസമുള്ളത് സർക്യൂട്ടിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ സർക്യൂട്ട്, രണ്ടും തമ്മിൽ വളരെ റിലേറ്റഡ് ആണ്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് നോക്കാം. നമ്മളിത് സ്വിച്ച് ഓൺ ചെയ്യുകയാണ്. വെൻ സ്വിച്ച് ഈസ് ഓൺ, കപ്പാസിറ്റർ C ഈസ് ചാർജ്ഡ്. കപ്പാസിറ്റർ C ചാർജ് ചെയ്യപ്പെടും. ആൻഡ് ഇറ്റ് വിൽ ഡിസ്ചാർജ് ത്രൂ ദ ഇൻഡക്റ്റേഴ്സ് L1 ആൻഡ് L2 ആഫ്റ്റർ ഗെറ്റിംഗ് ഫുള്ളി ചാർജ്ഡ് അല്ലേ. ഫുള്ളി ചാർജ്ഡ് ആയി കഴിഞ്ഞാൽ ഈ L1 L2 എന്ന് പറയുന്ന ഇൻഡക്റ്റേഴ്സിലൂടെ അത് ഡിസ്ചാർജ് ചെയ്യും. ഇൻഡ്യൂസ്ഡ് EMF ഡെവലപ്ഡ് ഇൻ ദ ഇൻഡക്റ്റേഴ്സ് എഗെയിൻ ചാർജ് ദ കപ്പാസിറ്റർ C വിത്ത് ഓപ്പോസിറ്റ് പൊളാരിറ്റി. L1ലും L2ലും ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMF C എന്ന് പറയുന്ന കപ്പാസിറ്ററിനെ ഓപ്പോസിറ്റ് പൊളാരിറ്റിയിൽ ചാർജ് ചെയ്യും. എഗെയിൻ അത് ഡിസ്ചാർജ് ചെയ്യും, എഗെയിൻ ചാർജ് ചെയ്യും അല്ലേ. അങ്ങനെ ദിസ് continuous charging and discharging process make an oscillation in the tank circuit by which an AC of the desired frequency will be obtained അല്ലേ. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമുക്കൊരു AC ഒബ്റ്റെയിൻ ചെയ്യും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ്. ഇനി നോക്കുക, ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് AC സിഗ്നൽ കിട്ടുന്നത് അക്രോസ് L1 ആണ്. ഹിയർ ഔട്ട്പുട്ട് AC സിഗ്നൽ ഈസ് ഒബ്റ്റെയിൻഡ് അക്രോസ് ദ ഇൻഡക്ടർ L1 or voltage across the L1 is obtained as the output AC signal. Voltage across the inductor L2 used as the feedback signal given to the base of the transistor through the capacitor. നമ്മൾ കോൾപിറ്റ് പറഞ്ഞതുപോലെ തന്നെ L2നെ ക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് നമ്മൾ ഫീഡ്ബാക്ക് സിഗ്നൽ ആയിട്ട് യൂസ് ചെയ്യുകയാണ്. ആ ഫീഡ്ബാക്ക് സിഗ്നൽ നമ്മൾ കപ്പാസിറ്റർ വഴി നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് കൊടുക്കുന്നു. ദാറ്റ് ഫീഡ്ബാക്ക് സിഗ്നൽ ഈസ് ആംപ്ലിഫൈഡ് ബൈ ദ ട്രാൻസിസ്റ്റർ and that amplified signal will compensate the energy loss in the tank circuit അല്ലേ. അപ്പോൾ ആ ഫീഡ്ബാക്ക് സിഗ്നൽ ആംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ആംപ്ലിഫൈഡ് സിഗ്നൽ നമ്മുടെ ടാങ്ക് സർക്യൂട്ടിൽ ഉണ്ടാകുന്ന എനർജി ലോസിനെയൊക്കെ ബാലൻസ് ചെയ്യുന്നു അല്ലെങ്കിൽ കോമ്പൻസേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ വി ഗെറ്റ് കണ്ടിന്യൂസ് അൺഡാംപ്ഡ് ഓസിലേഷൻസ്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള അൺഡാംപ്ഡ് ഓസിലേഷൻസ് കിട്ടുന്നു വിത്ത് എ ഫ്രീക്വൻസി 1/2π√CLT. നമുക്ക് കിട്ടുന്ന ആ ഒരു AC ഓസിലേഷൻ്റെ ഫ്രീക്വൻസി നോക്കി നോക്ക്, 1/2π√LCT എന്നുള്ളതാണ് നമ്മൾ കോൾപിറ്റിൽ പറഞ്ഞത്. ഇവിടെ CLT ആണ് കേട്ടോ, മാറ്റം നോക്കുക. അപ്പോൾ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഇസ് ഈക്വൽ ടു 1/2π√CLT. C എന്തായിരിക്കും? കപ്പാസിറ്റൻസ് ഓഫ് ദി കപ്പാസിറ്റർ ഇൻ ദ ടാങ്ക് സർക്യൂട്ട് ആണ്.
എൽ ടി എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, എൽ ടി ഈസ് ഈക്വൽ ടു L1 പ്ലസ് L2 പ്ലസ് 2M. L1ഉം L2ഉം ഇൻഡക്റ്റൻസ് ഓഫ് ദ ഇൻഡക്റ്റേഴ്സ് യൂസ്ഡ് ഇൻ ദ ടാങ്ക് സർക്യൂട്ട് ആണ്. എം എന്താണ്? മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് ദ ഇൻഡക്റ്റേഴ്സ് അല്ലെ. ഈ L1 L2 എന്ന് പറയുന്ന ഇൻഡക്റ്റേഴ്സിന് ഉണ്ടാവുന്ന മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണ് എം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രോബ്ലംസ് വരുമ്പോൾ ഈ എം ഒക്കെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ എം എന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് ഫ്രീക്വൻസി ഓഫ് ദ എ സി സിഗ്നൽ ഒബ്റ്റെയിൻഡ് ഫ്രം ദ ഹാർട്ട്ലി ഓസിലേറ്റർ. ഓക്കെ, ഇനി നോക്കുക, ഇവിടെ ഫേസ് ഷിഫ്റ്റ് 360 ഡിഗ്രി തന്നെയാണ് ഫീഡ്ബാക്ക് സിഗ്നലിന് ഉള്ളത്. അഥവാ ഫീഡ്ബാക്ക് സിഗ്നൽ പോസിറ്റീവ് ഫീഡ്ബാക്ക് സിഗ്നലാണ്, പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് നമ്മളിവിടെ എംപ്ലോയ് ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റിഫൈ ചെയ്യണം. നേരത്തെ പോലെ തന്നെ അത് പറയാം. നമ്മൾ പറഞ്ഞു L1 അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ് ഔട്ട്പുട്ട്, L2 അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ് ഫീഡ്ബാക്ക് സിഗ്നൽ. ഈ L1 L2 അല്ലേ, ഇതിനെ ഈ ഒരു ഭാഗത്തിനെ നമ്മളൊന്ന് റീഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും വരിക? നേരത്തെ നമ്മൾ C1 C2 വരച്ചതുപോലെ തന്നെ ഇവിടെ നോക്കിയൊക്കെ, ഇവിടെ പ്ലസ് മൈനസ്, ഇവിടെ മൈനസ് പ്ലസ് അല്ലേ. പൊളാരിറ്റി രണ്ടിൻ്റെയും റിവേഴ്സ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഇടയിലുള്ള ഫേസ് ഷിഫ്റ്റ് എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും അല്ലേ. ദെർഫോർ 180 degree phase shift is produced by the inductors L1 and L2. There is a phase shift produced on the made on the feedback signal between L1 and L2. 180 degree phase shift L1ഉം L2ഉം കൂടി ഉണ്ടാക്കുന്നുണ്ട്, ടാങ്ക് സർക്യൂട്ട് ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറയാം നമുക്ക്. പിന്നെ ട്രാൻസിസ്റ്റർ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ നോക്കുക, ടോട്ടൽ ഫേസ് ഷിഫ്റ്റ് ഫോർ ഫീഡ്ബാക്ക് സിഗ്നൽ, ഫേസ് ഷിഫ്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ടാങ്ക് സർക്യൂട്ട് ബിറ്റ്വീൻ L1 ആൻഡ് L2 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ട് അല്ലേ. പ്ലസ് ഫേസ് ഷിഫ്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ട്രാൻസിസ്റ്റർ, അതും 180 ഡിഗ്രിയാണ്. മൊത്തം ഫേസ് ഷിഫ്റ്റ് എത്രയാണ്? 360 ഡിഗ്രിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീഡ്ബാക്ക് സിഗ്നലും ഇൻപുട്ട് സിഗ്നലും തമ്മിൽ 360 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആണ് ഉള്ളത്, ഫേസ് ഡിഫറൻസ് ആണുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും എന്താണ്? ഒരേ ഫേസിലാണ്. അഥവാ ഇവിടെ നമ്മൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റിഫൈ ചെയ്തു, ഇവിടെ വി എംപ്ലോയ് പോസിറ്റീവ് ഫീഡ്ബാക്ക്. ഓക്കെ, നൗ ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ നേരത്തെ പോലെ തന്നെ കാണാം. ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ അറിയാലോ, ഫീഡ്ബാക്ക് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്. ഇവിടെ ഫീഡ്ബാക്ക് വോൾട്ടേജ് നേരത്തെ പോലെ തന്നെ L2 അക്രോസ് ആയിട്ടാണ് നമുക്ക് ഫീഡ്ബാക്ക് വോൾട്ടേജ് കിട്ടുന്നത് അല്ലേ. L2 അക്രോസ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ കറണ്ട് ഇൻറ്റു ഇമ്പിഡൻസ് ആണ്, റെസിസ്റ്റൻസിന് പകരം ഇമ്പിഡൻസ്. അപ്പോൾ ഇവിടെ കറണ്ട് L1ലും L2ലും സെയിം ആണ്, I ആണ് കറണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ വരിക I ഇൻറ്റു L2 അക്രോസ് ആയിട്ടുള്ള ഇമ്പിഡൻസ് അല്ലെ, XL2 എന്ന് എഴുതാം നമുക്ക്. ഓക്കെ, അപ്പോൾ I XL2 VF, വി ഔട്ട് അതേപോലെ തന്നെ എന്താ വരിക? L1 അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ്, അപ്പോൾ I ഇൻറ്റു അതിൻ്റെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇമ്പിഡൻസ് I XL1 എന്ന് എഴുതാം നമുക്ക്. ഓക്കെ, അപ്പോൾ MV is equal to I XL2 by I XL1 ആണ് വരിക. I കട്ട് ചെയ്ത് പോയി, അപ്പോൾ നമുക്ക് XL2 by XL1. XL2ഉം XL1ഉം ഒക്കെ എന്താണ്? ഇമ്പിഡൻസ് ഓഫ് ദ ഇൻഡക്റ്റേഴ്സ് L2 ആൻഡ് L1 റെസ്പെക്റ്റീവ്ലി ആണ്. ഇനി നോക്കിയൊക്കെ, ഇൻഡക്ടറിൻ്റെ ഇമ്പിഡൻസ് കാണാനുള്ള ഫോർമുല XL is equal to L ഒമേഗ എന്നാണ്. L എന്താണ്? ഇൻഡക്റ്റൻസ് ഓഫ് ദ ഇൻഡക്ടർ. ഒമേഗ എന്താണ്? ആംഗുലാർ ഫ്രീക്വൻസി 2πf ആണ് അല്ലേ. അപ്പോൾ XL is equal to L ഒമേഗ ആയതുകൊണ്ട് നമുക്ക് XL2 L2 ഒമേഗ എന്നും XL1 L1 ഒമേഗ എന്നും എഴുതാം. ഒമേഗ ഒമേഗ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ MV is equal to നമുക്ക് കിട്ടുന്നത് L2 by L1 ആണ്. ഓക്കെ, അപ്പോൾ ഹിയർ ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ MV is equal to L2 by L1. L2 L1 എന്താണ്? ഇൻഡക്റ്റൻസ് ഓഫ് ദ ഇൻഡക്ടേഴ്സ് L2 and L1 respectively. അപ്പോൾ by choosing the inductors with the suitable inductance values, we can set feedback fraction as per our wish. നമുക്ക് ഇഷ്ടാനുസരണം ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അതിനനുസൃതമായിട്ടുള്ള ഇൻഡക്റ്റൻസുകളുള്ള ഇൻഡക്റ്റേഴ്സ് L2ഉം L1ഉം നമ്മുടെ ഹാർട്ട്ലി ഓസിലേറ്ററിൽ ഉപയോഗിച്ചാൽ മതി, കോൾപിറ്റ് പറഞ്ഞതുപോലെ തന്നെ. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഹാർട്ട്ലി ഓസിലേറ്ററിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ട്യൂൺഡ് കളക്ടർ ഓസിലേറ്റർ, കോൾപിറ്റ് ഓസിലേറ്റർ, ഹാർട്ട്ലി ഓസിലേറ്റർ മൂന്നിലും ടാങ്ക് സർക്യൂട്ടിലെ ഇൻഡക്ടർ കപ്പാസിറ്റർ നെറ്റ്വർക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് കാണാം. അതുകൊണ്ട് തന്നെ ഇവ മൂന്നും ഇൻഡക്ടർ കപ്പാസിറ്റർ ഓസിലേറ്റേഴ്സിന് അഥവാ LC ഓസിലേറ്റേഴ്സിന് എക്സാമ്പിൾസ് ആണ്. ഈ LC ഓസിലേറ്റേഴ്സിന് കോമൺ ആയിട്ട് ചില ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ്? ഒന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് പുവർ വേവ് ഫോം അല്ലേ. നമുക്ക് കിട്ടുന്ന AC-യുടെ വേവ് ഫോം മോശമാണ് അല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി ഒന്നും ശരിയല്ല എന്നുള്ളതാണ്. ഫ്രീക്വൻസി ഒക്കെ ഇൻസ്റ്റേബിൾ ആണ്. ഓക്കെ, ഒരേ ഫ്രീക്വൻസി ഒന്നല്ല നമുക്ക് കിട്ടുന്നത്. കുറച്ച് നേരം ഒരു ഫ്രീക്വൻസി, അത് കഴിഞ്ഞാൽ വേറൊരു ഫ്രീക്വൻസി, ഒരു കോൺസ്റ്റൻറ്റ് ഫ്രീക്വൻസി ഒന്നും നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഫ്രീക്വൻസി ഇൻസ്റ്റെബിലിറ്റിയോട് കൂടിയിട്ടുള്ള പുവർ വേവ് ഫോം ആണ് ഇതിനുള്ളത്. ഓക്കെ, അപ്പോൾ പുവർ വേവ് ഫോം, ഫ്രീക്വൻസി ഇൻസ്റ്റെബിലിറ്റി. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു ഡിസഡ്വാൻറ്റേജ് ആണ്
ഇറ്റ് കനോട്ട് ബി ഓപ്പറേറ്റഡ് വിത്ത് എ ലോ ഫ്രീക്വൻസി. ലോ ഫ്രീക്വൻസിയുള്ള ഒരു സിഗ്നൽ തരാൻ ഒരിക്കലും ഈ LC ഓസിലേറ്റേഴ്സിനെ കൊണ്ട് സാധിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ 3 ഡിസഡ്വാൻറ്റേജസ് ആണ് പ്രധാനമായിട്ടും ഈ പറഞ്ഞ കോൾപിറ്റ്, ട്യൂൺഡ് കളക്ടർ, ഹാർട്ട്ലി പോലുള്ള LC ഓസിലേറ്റേഴ്സിനുള്ളത്. പുവർ വേവ് ഫോം, ഫ്രീക്വൻസി ഇൻസ്റ്റെബിലിറ്റി, കനോട്ട് ബി ഓപ്പറേറ്റഡ് വിത്ത് എ ലോ ഫ്രീക്വൻസി. ഓക്കെ, അപ്പോൾ ഇത്രയും ഡിസഡ്വാൻറ്റേജസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇതിനു പകരം ഉപയോഗിക്കുന്ന മറ്റ് ഒരു ടൈപ്പ് ഓസിലേറ്ററാണ് RC ഓസിലേറ്റർ, റെസിസ്റ്റർ കപ്പാസിറ്റർ ഓസിലേറ്റർ. ഓക്കെ, ആ കാറ്റഗറിയിൽപ്പെട്ട ആളുകളാണ് ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററും വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്ററും ഒക്കെ. അപ്പോൾ ഈ RC ഓസിലേറ്ററിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ വെയിൻ ബ്രിഡ്ജ്, ഫേസ് ഷിഫ്റ്റ് തുടങ്ങിയ ഓസിലേറ്റേഴ്സിൻ്റെ ഓപ്പറേഷൻസിനെ കുറിച്ചിട്ടും ഒക്കെ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.